അപ്പോൾ ഇന്നൊരു ഈവനിങ് റുട്ടീൻ വീഡിയോ ആണ്. സ്കൂളില്ലാത്തൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ ഞാനും അനിയനും കൂടി ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവട്ടെ ഞാൻ വീട്ടിലെത്താൻ. അപ്പോൾ സ്കൂളിലെ ദിവസം ഞങ്ങൾ അങ്ങനെ ഷട്ടിലൊന്നും കളിക്കലില്ല. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്ത ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം പുറത്തൊക്കെ നടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി കുളിച്ച് ഫ്രഷായി. കോട്ടക്കിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത നെസ്റ്റോക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 45 minutes ഒക്കെ ഉള്ളൂ അങ്ങോട്ട്. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ മെയിനായിട്ട് എനിക്ക് ചെരുപ്പ് വാങ്ങാനൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് പോയത്. നെസ്റ്റോ ഓപ്പൺ ആയ ടൈം തൊട്ടേ നമ്മൾ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു വട്ടം വന്നിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിട്ട് നമ്മൾ കയറാതെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ചെരുപ്പൊക്കെ കുറെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇനി നമ്മുടെ സ്റ്റഡി ടൈം ആണ് കേട്ടോ. ഇതാണ് എന്റെ സ്റ്റഡി ഏരിയ. മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടവരാണെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു മേക്ക് ഓവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. +1 മാത്സിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ +1 വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ എക്സാമിനർ ക്ലാസ് നോക്കിയിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. മാത്സ് എനിക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാണ്, എക്സാംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. അങ്ങനെ ഞാനിതാ കുറേ നേരം പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പഠിച്ച ചാപ്റ്ററിലുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് കാണുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഹഫ്സ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹഫ്സക്ക് എൻ്റെ വക ഒരു ബിഗ് ഹായ്. കിൻഡർ ജോയ് ഹാരി പോട്ടർ എഡിഷൻ കുറേ തപ്പി നോക്കി എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. എവിടെയും കിട്ടാനില്ല. പിന്നെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സാധാ തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു. കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതാ നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ ഒരു ടോയ് ആണ്. കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ കിൻഡർ ജോയ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം സമയമൊക്കെ പോയി. ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ് പോലത്തെ സാധനമാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മുടെ 2 മണി പ്ലാന്റിന് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ 2 പേർക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ചെയ്തത്. ഇനി ഇത് എന്ന് അപ്ലോഡ് ചെയ്യാനാണെന്ന് എനിക്ക് അറിയില്ല. വാലന്റൈൻസ് ഡേ കഴിയുന്നതിന് മുന്നേ ചെയ്യാൻ മാക്സിമം നോക്കാം. എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ടൈം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. രാവിലെ പിന്നെ ഇതിനൊന്നും സമയം കിട്ടൂല. അപ്പം ഞാൻ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബാഗ് ഒന്ന് റെഡിയാക്കുകയാണേ. ഈ ഒരു ചെറിയ പൗച്ച് ഈ ഒരു ബാഗിൻ്റെ കൂടെ തന്നെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബസ്സിന് പോകാനുള്ള പൈസയും പിന്നെ അതേപോലെ ഈ ഒരു ക്യൂട്ട് നോട്ട്ബുക്ക്, ഒരു പെയർ സോക്സ്, പിന്നെ എൻ്റെ കാൽക്കുലേറ്റർ, അതേപോലെ പൗച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് സെറ്റാക്കി. അപ്പോൾ ഇനി നമുക്കൊട്ടും ടൈം കളയാനില്ല. ഒരു 9 o'clock ഒക്കെ ആയപ്പോൾ തന്നെ വേഗം ഫുഡ് കഴിക്കുകയാണ്. പിന്നെ കുറച്ച് സ്ട്രോബെറി ഒക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം തന്നെ പോയി ബ്രഷ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. സ്കിൻ കെയർ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.